ഹലോ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് സീസൺ 1 തുടങ്ങിയാലോ. അപ്പോൾ സീസൺ 1 ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ 30 ദിവസത്തേക്കുള്ള 30 ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് കാണിക്കാം. അപ്പം ആദ്യത്തെ റെസിപ്പി ഇന്ന് ഈ വ്ളോഗിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഗീ റോസ്റ്റും ഗ്രീൻ ചട്നിയാണ്. ഹെൽത്തി ആയിട്ടുള്ള ഗ്രീൻ ചട്നിയാണ്. അതിന് ചട്നി ആദ്യമേ ഉണ്ടാക്കാം. ഈ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അതിൽ 1 ടീസ്പൂൺ കടലപ്പരിപ്പ് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് ആദ്യമേ അത് വറുത്തും അതിൻ്റെ കൂടെ ഒരു 4 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ ഉള്ളതനുസരിച്ച് ചേർത്താൽ മതിയാവും. അപ്പോൾ ആ കറിവേപ്പില ചേർത്ത് ഒന്ന് വഴറ്റിയാൽ ഉടനെ ചെറിയ ഉള്ളി കുറച്ച് ചേർക്കുക. അതിൻ്റെ കൂടെ 2 വെളുത്തുള്ളിയും കൂടി ചേർത്ത് പച്ചമുളക് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടി ചേർക്കുക. കഷ്ണമാക്കി ചേർക്കുക പച്ചമുളക്. അപ്പോൾ അതെല്ലാം വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള കല്ലുപ്പ് ചേർക്കുക. കല്ലുപ്പ് ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയ ബൗൾ തേങ്ങ ചിരകിയത് ചേർക്കുക. ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അധികം വഴറ്റേണ്ട ആവശ്യമില്ല. ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ട് വഴറ്റിയാൽ മതിയാവും. അപ്പോൾ അത് വഴണ്ട് കഴിഞ്ഞതും നമ്മൾ പുതിനയില ഒരു വലിയ ബൗൾ പുതിനയില ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. വഴറ്റേണ്ട ആവശ്യമില്ല. മിക്സ് ചെയ്ത് കൊടുത്ത് മല്ലിയില അരിഞ്ഞതും കൂടി ഞാൻ ചേർത്തും. അപ്പോൾ എൻ്റെ കയ്യിൽ പുതിനയിലും മല്ലിയില കറിവേപ്പില ഉണ്ടായിരുന്നുകൊണ്ട് ചേർത്ത്. നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ലെങ്കിലും ഏതെങ്കിലും ഒരു ഇല ഉണ്ടെങ്കിലും അത് ചേർക്കാം. മല്ലിയില മാത്രമാണെങ്കിൽ അത് ചേർക്കാം. പുതിനയില മാത്രമാണെങ്കിൽ അത് ചേർക്കാം. അല്ല ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് ചേർക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രീൻ ചട്നിയാണ്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാറിയത് മിക്സി ജാറിൽ ചേർത്തു. 1/2 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്തു. പിന്നെ അരയ്ക്കാനുള്ള ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്തു. അധികം വെള്ളം ആവരുത്, അധികം കട്ടിയാവരുത്. ആ രീതിയിൽ വേണം ഈ ചട്നി നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഇപ്പോൾ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് ഒന്ന് കടുക് വറുത്ത് ചേർക്കുക. ചീനച്ചട്ടിയിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തു. കുറച്ച് കടുകും ഇച്ചിരി കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പ് അതിൻ്റെ കൂടെ ചേർത്തു. പിന്നെ ഒരു ചുമന്ന മുളക് 2ആയിട്ട് മുറിച്ച് അതും കൂടി ചേർത്ത് ഒന്ന് വറുത്ത് ഈ കടുകെല്ലാം പൊട്ടി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അരച്ച് വെച്ച ഗ്രീൻ ചട്നിയിൽ ചേർത്ത് മിക്സ് ചെയ്യാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രീൻ ചട്നി റെഡിയായി. അപ്പോൾ നമുക്ക് ഗീ റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഹോട്ടലിൽ നമുക്ക് ഗീ റോസ്റ്റ് കോൺ രൂപത്തിൽ കൊണ്ടുവന്ന് വിളമ്പുമല്ലോ. അപ്പോൾ ആ രീതിയിൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ചെറിയ ദോശക്കല്ലാണെങ്കിലും അതിൽ നമ്മൾ ദോശ കനം കുറച്ചുണ്ടാക്കി ആ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയെന്ന് ഞാൻ കാണിക്കാം. ഇപ്പോൾ ദോശ മാവ് ഇഡ്ഡലി മാവ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ ഉണ്ടാക്കിയാൽ മതിയാവും. ഇപ്പോൾ ദോശക്കല്ല് ചൂടാക്കി അതിൽ എണ്ണയൊക്കെ തേച്ചു ചൂടായത് ഞാൻ ദോശ മാവ് ഉണ്ടായിരുന്നു അത് 1.5 കരണ്ടി അത് ചേർത്ത് നല്ല നൈസായിട്ട് കട്ടി കുറച്ച് പരത്തിയെടുക്കുക. അപ്പോൾ ഇത് പരത്തി കഴിഞ്ഞ് നെയ്യ് ചേർക്കുക. നെയ്യ് കുറച്ച് കൂടുതൽ തന്നെ ചേർക്കണം. ഇത് ഗീ റോസ്റ്റ് ആയതുകൊണ്ട് ഗീ കൂടുതൽ വേണം. അപ്പോൾ എല്ലായിടത്തും വരുന്ന പോലെ നെയ്യ് തേച്ച് കൊടുക്കുക. അപ്പോൾ തീ അധികം കൂട്ടി വയ്ക്കരുത്. കുറച്ച് മീഡിയം സൈസിൽ വെച്ച് നമ്മൾ പതുക്കെ മൊരിച്ചെടുക്കണം. ദോശ നന്നായിട്ട് മൊരിച്ചെടുത്ത് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് 2 സൈഡും നന്നായിട്ട് മൊരിച്ചെടുക്കണം. ഇപ്പോൾ മൊരിച്ചെടുത്ത് ഞാൻ ഹോട്ടലിലൊക്കെ അവർ നമുക്ക് കോൺ രൂപത്തിൽ കൊണ്ടുവന്ന് വിളമ്പി കൊടുക്കണ പോലെ തന്നെ ഞാൻ അതുപോലെ ചെയ്ത് നോക്കിയതാണ്. ഇപ്പോൾ ഒരുവിധം ശരിയായി വന്നു. നമ്മുടെ ദോശക്കല്ല് ചെറുതായതുകൊണ്ട് അതനുസരിച്ചുള്ള സൈസിലാണ് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാവും. നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അവർ തന്നെ എടുത്ത് കഴിച്ചോളും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഗീ റോസ്റ്റും അതിന് പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഗ്രീൻ ചട്നി നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കണേ. അവർ നന്നായിട്ട് കഴിച്ചോളും. ഓക്കേ.